നമസ്കാരം. ഇന്നത്തെ വീഡിയോ വൃഷാലിയെക്കുറിച്ചാണ്. മഹാഭാരതത്തിൽ അധികമൊന്നും പരാമർശിച്ച് കണ്ടിട്ടില്ലാത്ത ഒരു കഥാപാത്രമാണ് കർണപത്നി വൃഷാലി. കർണന് 2 ഭാര്യമാരാണ് ഉണ്ടായിരുന്നത്, വൃഷാലിയും സുപ്രിയയും. വൃഷാലി കർണന്റെ ബാല്യകാല സഖി തന്നെയായിരുന്നു. സുപ്രിയയാകട്ടെ ദുര്യോധന പത്നി ഭാനുമതിയുടെ സുഹൃത്തും. കർണന്റെ ഭാര്യമാരുടെ പേരുകൾ പല ഗ്രന്ഥങ്ങളിലും അതുപോലെ തന്നെ നാടോടി കഥകളിലും പല രീതിയിലാണ് പറയപ്പെട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമാണ് വൃഷാലി, സുപ്രിയ, പദ്മാവതി, ചന്ദ്രവതി, ഉരുവി, പൊന്നുരുവി തുടങ്ങിയവ. ഇതാണ് ഞാൻ വരച്ച എൻ്റെ വൃഷാലി. നമുക്ക് വൃഷാലിയോടൊപ്പം കുറച്ച് സമയം ചിലവഴിക്കാം. വൃഷാലിയെക്കുറിച്ച് കൂടുതൽ അറിയാം. വൃഷാലി, ജന്മാന്തരങ്ങളുടെ പുണ്യം. കർണപത്നി എന്നതിൽ പരം എന്ത് സൗഭാഗ്യമാണ് തനിക്ക് ജീവിതത്തിൽ വന്നു ചേരാനുള്ളത്. ആദ്യ രാത്രി തൻ്റെ ഉത്തരീയത്തിൽ നിന്നും പൊട്ടിയ മൺകുടത്തിൻ്റെ ഒരു കഷ്ണം എടുത്തു കയ്യിൽ വെച്ചു തന്നു. വൃഷാലി, ഇതെന്നും നിന്റെ വസ്ത്രത്തിൻ്റെ അറ്റത്തു സൂക്ഷിക്കണം. നമ്മുടെ ഒത്തുചേരലിൻ്റെ സ്നേഹത്തിൻ്റെ പ്രതീകം പോലെ. കർണൻ എന്നും തന്നെ അത്ഭുതപ്പെടുത്തിയിട്ടേയുള്ളൂ. താൻ സൂതപുത്രനല്ല, സൂര്യപുത്രനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴും സുപ്രിയയെ വിവാഹം ചെയ്തു കൊണ്ടുവന്നപ്പോഴും ആ സ്നേഹത്തിൻ്റെ ആഴം കുറഞ്ഞിട്ടുണ്ടോ? കൂടിയതല്ലാതെ. നനഞ്ഞ വസ്ത്രത്തിൽ കൊട്ടാരം വിട്ടു പുറത്തിറങ്ങി. കുതിരകൾ കടിഞ്ഞാനിടുന്ന ശബ്ദം. ആരാണീ സമയത്ത്? രഥത്തിൽ നിന്നുമിറങ്ങി ശുഭ്രവസ്ത്രധാരിണിയായി വരുന്ന സ്ത്രീരൂപത്തെ ഒന്നേ നോക്കിയുള്ളൂ. രാജമാതാവ് കുന്തിദേവി. കലങ്ങി മറിഞ്ഞ കണ്ണുകൾ. എന്തിനാണിവർ ഇപ്പോൾ കരയുന്നത്? ആർക്കു വേണ്ടി? അമ്മേ, ഗംഗാതീരത്ത് വെച്ച് കർണൻ തന്ന പ്രതിജ്ഞ നിറവേറ്റിയിരിക്കുന്നു. നിങ്ങൾക്കിപ്പോഴും 5 പുത്രന്മാർ ജീവനോടെയുണ്ട്. മകളെ വൃഷാലി. തൻ്റെ തോളിലേക്ക് ചാഞ്ഞ് അവർ തേങ്ങിക്കരഞ്ഞു. മാപ്പു ചോദിക്കാൻ പോലും അർഹതയില്ലാത്ത ഹതഭാഗ്യയായ ഒരു മാതാവാണ് ഞാൻ. എൻ്റെ ഉള്ളിൽ നിനക്കെന്നും എൻ്റെ മൂത്ത മരുമകളുടെ സ്ഥാനം തന്നെയാണ്. എന്നോട് പൊറുക്കൂ. എത്രയോ തവണ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ. കുനിഞ്ഞ് ആ കാലുകൾ തൊട്ടു വന്ദിച്ച് തിരിഞ്ഞു നടന്നു. ഹസ്തിനപുരത്തെ ഓരോ പുൽക്കൊടിയോടും കർണൻ്റെ പ്രിയപ്പെട്ട ഗംഗയോടും യാത്ര പറഞ്ഞ്. തൃഷധ്വതിയുടെ തീരത്ത് ചിതകൾ ആളിക്കത്തുന്നു. ഹസ്തിനപുരിയെ അന്ധകാരം മൂടിക്കഴിഞ്ഞു. തൻ്റെ പുത്രനോടുള്ള യാത്രാമൊഴി പോലെ സൂര്യനും അന്ന് നേരത്തെ വിടവാങ്ങിയോ? വൃഷാലി നടന്നു, ഉറച്ച കാൽവയ്പ്പുകളോടെ. ആമീൻ കുന്നിന് മുകളിൽ കരിങ്കല്ലുകൾ നിറഞ്ഞ സ്ഥലത്താണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ കർണൻ്റെ ചിതയൊരുക്കിയത്. കർണൻ്റെ അന്ത്യാഭിലാഷമായിരുന്നു അത്. ഭഗവാൻ തന്നെ തൻ്റെ അന്ത്യസംസ്കാരം ചെയ്യണം. ഒരു പുൽക്കൊടി പോലും മുളയ്ക്കാത്ത കന്യാഭൂമിയിൽ തൻ്റെ ദുഃഖങ്ങളും ശാപങ്ങളും വീണ്ടും പൊട്ടിമുളച്ച് ഒരു മാനവരൂപം പൂകാൻ ഇനിയും ഇടവരരുത്. വൃഷാലി നോക്കി. ദൂരെ എരിഞ്ഞടങ്ങുന്ന തൻ്റെ പ്രിയതമൻ്റെ ചിതയ്ക്കരികിൽ എന്തോ ചിന്തയിലാണ്ട് ഭഗവാൻ ഇരിക്കുന്നു. പതിയെ മുന്നിൽ ചെന്നു നിന്നു. ചോദിക്കണമെന്നുണ്ടായിരുന്നു, ആരാണ് കൃഷ്ണ യുദ്ധത്തിൽ ജയിച്ചത്? ആർക്കു വേണ്ടിയായിരുന്നു ഈ യുദ്ധം? തൻ്റെ കണ്ണുകളെ നേരിടാൻ കഴിയാതെ ഭഗവാൻ തല താഴ്ത്തി. കൈകൾ കൂപ്പി ആ കാലുകൾ തൊട്ടു വന്ദിച്ചു. വൃഷാലിയുടെ ജന്മം ഇവിടെ പൂർണ്ണമാവുകയാണ്. കർണൻ ആഗ്രഹിച്ചതുപോലെ ഇനിയൊരു ജന്മം തനിക്കും ഉണ്ടാവാതിരിക്കട്ടെ. ഒന്നും പറയാതെ ചിതയിലേക്ക് നടന്നു. കല്ലിൽ കൊത്തിയ വിഗ്രഹം പോലെ ശുഭ്രവസ്ത്രധാരിയായി നടന്നു നീങ്ങുന്ന വൃഷാലിയെ ഭഗവാൻ നോക്കി നിന്നു. അവളുടെ തോളിൽ നിന്നും ഉതിർന്നു വീണ വസ്ത്രം എടുത്ത് അതിൽ കെട്ടിയിട്ട പൊട്ടിയ മൺകുടത്തിൻ കഷ്ണം നോക്കി ഭഗവാൻ ചിന്തയിലാണ്ട് ഒരു നിമിഷം നിന്നു. കൗരവസഭയിൽ അപമാനിക്കപ്പെട്ട ദ്രൗപദിയെ ഓർത്ത് ചരിത്രം പരിതപിക്കും. തൻ്റെ മൂത്തപുത്രനെ പുഴയിൽ ഒഴുക്കിയ നിസ്സഹായയായ കുന്തിക്ക് ചരിത്രം മാപ്പ് കൊടുക്കും. സ്വന്തം പതിക്ക് വേണ്ടി കണ്ണ് കെട്ടി അന്ധത സ്വീകരിച്ച ഗാന്ധാരിയെ ചരിത്രം ആരാധിക്കും. പക്ഷേ വൃഷാലി, കർണൻ എന്ന വീരയോദ്ധാവിൻ്റെ സ്നേഹവും പരിരക്ഷയും ഏറ്റുവാങ്ങിയവൾ.
കർണൻ്റെ വേദനകളെയും അപമാനങ്ങളെയും അടുത്തറിഞ്ഞവൾ. എന്നും കർണൻ്റെ നിഴലായി കൂടെ നിന്നവൾ. പാതിവൃത്യത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും പ്രതീകം. ചരിത്രം അവളെയും വിസ്മരിക്കാതിരിക്കട്ടെ. മനസ്സുകൊണ്ട് വൃഷാലിയെ ആശീർവദിച്ച് മോക്ഷം നൽകുമ്പോൾ അന്ന് ആദ്യമായി സർവചരാചരങ്ങളുടെയും നാഥൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. പക്ഷേ വൃഷാലി അത് കണ്ടില്ല. തൻ്റെ പ്രാണന്റെ ചിതയിലേക്ക് ആത്മസമർപ്പണം ചെയ്തു കഴിഞ്ഞിരുന്നു അവൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ, ഈ ചിത്രം ഇഷ്ടമായെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.